എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇന്ന് ഡിസംബർ 31, 2025 വർഷത്തിലെ അവസാനത്തെ ദിവസം. നാളെ പുലരുമ്പോൾ 2026 പുതുവർഷം തുടങ്ങുന്ന ദിവസമാണ്. ഈ പുതുവർഷം തുടങ്ങുന്ന ദിവസത്തിൽ അതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഈ പുതുവർഷം നമ്മൾ മനസ്സിലാക്കുന്നത് 2026 കലണ്ടർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്താണ്. ഈ 2026 കലണ്ടർ നമ്മുടെ കയ്യിൽ ലഭിച്ചാൽ നാം അത് വീടിൻ്റെ എവിടെയാണ് തൂക്കിയിടേണ്ടതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു വീട്ടിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ, ആ വീട്ടിലുള്ളവർക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ പ്രധാനമായിട്ടും കിഴക്കോട്ട് ദർശനമായിട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ട് മാത്രമേ കലണ്ടർ തൂക്കിടാൻ പാടുള്ളൂ. മറ്റുള്ള ദിശകളിലേക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പല അനർത്ഥങ്ങളും വരാനുള്ള സാധ്യതകളുണ്ട്. കലണ്ടറിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. പല വീടുകളിലും കിടക്കുന്ന റൂമിൻ്റെ വാതിലുകളിൽ അല്ലെങ്കിൽ ജനലുമ്പിൽ ഇങ്ങനെയൊക്കെയാണ് കലണ്ടർ തൂക്കിയിടാറ്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര ദുരിതങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരവേൽക്കുന്ന ആ കലണ്ടർ കിഴക്കോട്ട് ദർശനമായിട്ടോ അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ടോ മാത്രമേ നമ്മൾ തൂക്കിയിടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പുതുവർഷ കലണ്ടർ ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിസ്സാര കാര്യമാണ് ഒരു സൂചി. അപ്പോൾ ആ സൂചി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ കുത്തിവെക്കും. നമ്മുടെ ശരീരത്തിൽ സൂചി കുത്തുന്നത് പോലെ തന്നെയാണ് ആ പേപ്പറിൽ നമ്മൾ കുത്തിയാൽ. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള നല്ലതും മോശവുമായിട്ടുള്ള പല വശങ്ങളുണ്ട്. അത് നമ്മൾ ചലിക്കുന്നതിനും ചലിക്കാത്തതിനൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കലണ്ടറിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കലണ്ടറിലൊക്കെ എഴുതിയിടുന്നൊരു സമ്പ്രദായം പലയിടത്തും കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യരുത്. അതൊക്കെ നമുക്കത് ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി വരുന്ന പുതുവർഷത്തിൽ വരുന്ന ഈ കലണ്ടർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു വസ്തുവല്ല. അതിൽ പല ഗുണങ്ങളുള്ളതാണ് ഏത് കലണ്ടറായാലും. കലണ്ടറിൽ പല നമ്മൾ ചിത്രങ്ങളൊക്കെ ഉള്ള കലണ്ടറുകൾ വീട്ടിൽ വയ്ക്കുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ദുഃഖിച്ചിരിക്കുന്ന ഫോട്ടോ ഉള്ള കലണ്ടറുകൾ തൂക്കരുത്. ആഭരണങ്ങളൊക്കെ ഉള്ള ചിത്രങ്ങളുള്ള കലണ്ടറൊക്കെ നമുക്ക് വീട്ടിൽ തൂക്കാൻ നല്ല കാര്യമാണ്. ഒന്നിൽ കൂടുതൽ കലണ്ടർ വീട്ടിൽ തൂക്കാനേ പാടില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര ദോഷങ്ങളാണ് വരുത്തുക. ഈ 1 അല്ലെങ്കിൽ 3 ഈ തരത്തിലൊക്കെ നമുക്ക് തൂക്കാം. ഒറ്റ സംഖ്യയിലുള്ളത് മാത്രമേ നമ്മൾ തൂക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഈ കലണ്ടർ, ആ കലണ്ടറിൽ നമ്മൾ എത്രത്തോളം നമ്മളതിനെ വൃത്തിയായി സൂക്ഷിക്കുന്നുവോ ആ തരത്തിലായിരിക്കും നമ്മളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കണം. ചില വീടുകളിൽ ഡോറിൻ്റെ പുറകിലൊക്കെ കിടക്കുന്ന മുറിയുടെ ഡോറുമ്പിൽ തൂക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ചുമരുമ്പിൽ തൂക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള അനർത്ഥങ്ങൾ വരുത്തുവാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടോ വടക്കോട്ട് ദർശനമായിട്ടോ മാത്രമേ വീട്ടിൽ കലണ്ടർ തൂക്കാൻ പാടുള്ളൂ. ഈ ഒരു ദിവസം, ഇന്ന് ഡിസംബർ 25 അവസാന ദിവസം, ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം, എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച അറിവിൻ്റെ ഒരു ചെറുവിവരണം നിങ്ങൾക്ക് നൽകാമെന്ന് മാത്രം കരുതിയിട്ടാണ്. അതുപോലെ വീട്ടിലുള്ള ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരും സന്തോഷത്തോടുകൂടെ നമ്മൾ വർഷം പിന്നിടണമെങ്കിൽ വീടിനെ വൃത്തിയായിട്ട് നമ്മൾ പരിപാലിക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ളവരോട് സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുള്ളൊരു പെരുമാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ തയ്യാറായാൽ ആ വീട് ഉണരും. ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. ഒരു പോസിറ്റീവ് എനർജി തന്നെ ആ വീട്ടിൽ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ ആ വീട്ടിലെ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അത്. അമ്മമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ, ഭാര്യ, നമ്മളെ പെൺമക്കളുണ്ടെങ്കിൽ അവരെ പോലും നമ്മൾ ബഹുമാനിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നീക്കേണ്ടത്. അപ്പോൾ അറിയാതെ തന്നെ നമ്മളുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സന്തോഷം ലഭിക്കും. നല്ലൊരു വർഷം ലഭിക്കണമെങ്കിൽ ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്താൽ അത് നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടുകൂടെ രാത്രി സമയങ്ങളിലാണെങ്കിൽ ഒന്നിച്ചിരുന്ന് കൂട്ടപ്രാർത്ഥനകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ശക്തിയുള്ളൊരു, നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആനന്ദമാണ് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുക. അത് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാം, നമ്മളുടെ സൗകര്യത്തിന്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കത് കൂട്ടപ്രാർത്ഥനകൾ വീട്ടിൽ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു വർഷം വരാനിരിക്കുന്ന, ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ വരാനിരിക്കുന്ന ഈ ഒരു പുതുവർഷം നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ജഗദീശ്വരൻ നൽകട്ടെ. അതിനുള്ളൊരു പ്രവർത്തനമായിരിക്കട്ടെ മനുഷ്യ സമൂഹത്തിൻ്റെ എന്ന് മാത്രമാണ് ഈ ഒരു സന്ധ്യാവേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജഗദീശ്വരൻ എല്ലാവരെയും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ളൊരു ജീവിതം നയിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ജഗദീശ്വരൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ.